നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായ അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ സാധാരണ വിളമ്പാറുള്ള വിഭവമായ കായ്പോളയായിട്ടാണ്. അധികം നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ രീതിയിൽ നെയ്യൊക്കെ കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ 3 അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഏത്തപ്പഴം 4 ആക്കിയിട്ട് കുറച്ച് കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിൽ നമുക്ക് 3 ഏത്തപ്പഴം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 1.5-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് വെച്ച പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ ഇത് നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കാറ്, പക്ഷേ ഞാൻ ഇവിടെ നെയ്യ് വളരെ കുറവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഇനി നെയ്യ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് വഴിച്ചെടുക്കാവുന്നതാണ് പഴം. അപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പഴം ഫ്രൈ ആകും തോറും കായ്പോളക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയും മതി. ഇത് അത്യാവശ്യം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാരയുടെ ഒപ്പം ഏലക്ക അടിച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക ഒരുവിധം പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ 3 ഏത്തപ്പഴത്തിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 മുട്ട, കോഴിമുട്ട, ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പഴവും അണ്ടിപ്പരിപ്പ് മിക്സും കൂടി അതിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ പഴം വറുത്ത ഫ്രൈ പാനിൽ തന്നെയാണ് കായ്പോള ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിൻ്റെ വട്ടം കൂടുന്നതനുസരിച്ച് കായ്പോളയുടെ തിക്നെസ് കുറയും. ഇത് കുറച്ച് ചെറിയ ഫ്രൈ പാനാണ്. അപ്പോൾ നമ്മൾ പഴം വറുത്തത് പിന്നെ കഴുകിയിട്ടില്ല. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അടിയിലൊക്കെ പിടിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴമൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് കുറച്ച് ഈത്തപ്പഴം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കട്ട് ചെയ്യാത്ത ഫ്രൈ ചെയ്യാത്ത അണ്ടിപ്പരിപ്പാണ്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആവി കയറ്റി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മുരിഞ്ഞ് വന്നോളും. ഇനി ഇത് നമുക്ക് അടച്ച് മൂടി വളരെ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങളുടെ സ്റ്റൗവിൽ ഇതിലും ഫ്ലെയിം ലോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ ഈ സ്റ്റൗവിൽ മാക്സിമം ഇത്രയും കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ ഇത് വേകുന്ന ടൈമിൽ ആ 3 മിനിറ്റ് സമയം ഞാൻ വേറെ അടുപ്പിൽ കുറച്ചും കൂടെ വലിയ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അതിനകത്തേക്കൊന്ന് ഇറക്കി വയ്ക്കണം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴാണ് ചെയ്യേണ്ടത്. ഞാനിതൊരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടി കുറച്ചിങ്ങനെ കളർ മാറി തുടങ്ങിയായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ 3 മിനിറ്റ് ടൈം പറഞ്ഞത്. ഇതിൻ്റെ നടുക്ക് കുറച്ച് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് മൂടി 3-4 മിനിറ്റും കൂടെ വേവിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ് ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് സോസ് പാനിൽ ഇറക്കി വെച്ചിട്ട് വേവിക്കാം, കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ ഒരു 10-20-25 മിനിറ്റ് വേണ്ടി വരും വേകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റ് മതി നമുക്ക് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് കുറച്ചും കൂടി നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടിഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ട്. അപ്പോൾ വീണ്ടും ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി അടച്ച് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ. അപ്പോൾ നമുക്കിതെല്ലാം വെന്ത് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് നോക്കാം. നടുക്ക് വെച്ച് അണ്ടിപ്പരിപ്പൊക്കെ നല്ല കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
അപ്പോൾ ഇതിലും കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാത്രത്തിലോ നെയ്യ് പുരട്ടി ഒഴിച്ചിട്ട് സോസ് പാനിൽ ഇറക്കി വെച്ചാൽ മതിയാവും ആ പാത്രം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.